അതോട്ടെ തുടങ്ങിക്കോളൂ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ പരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശ്രീലളിതാംബികായൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിന്റെ തുടക്കം, അതിന്റെ വ്യാഖ്യാനത്തിന്റെ തുടക്കം മുതൽ ഉള്ളവർ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലും എന്ന് വിശ്വസിക്കുന്നു. ചില ദിവസങ്ങളിൽ പാർട്ടിസിപ്പേഷൻ കുറയുന്നുണ്ട്. ഇത് പഠിപ്പിക്കുന്ന ഒരു ആചാര്യന് ക്ലാസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, മറ്റു ചില കാര്യങ്ങളെ കൊണ്ടാണോ, അത് അതിന്റെ ഗൗരവം കൊണ്ടാണോ എന്നൊന്നും മനസ്സിലാവില്ല. ലളിതാ സഹസ്രനാമത്തിന്റെ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ അതിന്റെ ആ ഗ്രൂപ്പില് ആരെങ്കിലുമൊക്കെ കൊടുത്താൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഉത്തേജനം എനിക്ക് പറയാനുണ്ടാവും. പ്രത്യേകിച്ച് ഇതില് ആത്മീയമായിട്ട് ജന്മനാ തന്നെ കുലം കൊണ്ട് തന്നെ ആത്മീയമായിട്ട് ഉപാസിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് ഏറ്റവും കൂടുതലുള്ളത്. കഴിഞ്ഞ ദിവസം ഏത് മന്ത്രം വരെയാണ് പറഞ്ഞു നിർത്തിയത് എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് വെറുതെ 22-ാമത്തെ വരെ പറഞ്ഞു. 23 പറയേണ്ടത്. അതെ, ശരി ശരി, സന്തോഷം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ്സിലാവുമ്പോ എല്ലാം ചോദ്യവും ഉത്തരവൊക്കെ വേണ്ടി വരുമല്ലോ. ആദ്യമേ തന്നെ പറഞ്ഞിട്ട് ലളിതാ സഹസ്രനാമത്തിന്റെ അതിഗൗരവപരമായിട്ടുള്ള വ്യാഖ്യാനത്തിലേക്ക് പോയാൽ സാധാരണക്കാരായ നമുക്കത് മനസ്സിലാവില്ല. അത് പഠിച്ചു വെക്കുക ബുദ്ധിയുടെ തലത്തിൽ. പക്ഷെ അതിന്റെ പ്രായോഗിക വശം, അതിന്റെ ഉപാസനയും അതിന്റെ പുരസ്കരണ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായത് വേദമാണ്, അറിയാലോ. എല്ലാം വേദമാണ് എല്ലാത്തിന്റെയും മൂലം. ആ വേദത്തിന്റെ സങ്കീർണത ഉണ്ടായപ്പോഴാണ് ശിഷ്യന്മാര് സംശയം ചോദിക്കാൻ തുടങ്ങി. അതിനെയാണ് ഉപനിഷത്ത്. ഗുരുവിന്റെ അടുത്തിരുന്ന് ചോദ്യം ചോദിക്കുകയും ഓരോ ശിഷ്യന്മാരും അവരവന്റെ ഗുരുവിനോട് ചോദിച്ച പല പല ഉത്തരങ്ങളും ചേർത്തിട്ടാണ് അനേകായിരം ഉപനിഷത്തുകളുള്ളത്. ഇപ്പൊ ഏകദേശം 108 ഉപനിഷത്തെ കിട്ടാനുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു തത്വചിന്ത ലളിതമാക്കിയിട്ട് പോലും ജനസമൂഹത്തിന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിനെ വേണ്ടവണ്ണം അവനവന്റെ ജീവിത ശൈലിയിലൂടെ മനസ്സിലാക്കി തരാനാണ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയിട്ടുള്ള ഷഡ്വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് പഠിപ്പിക്കുന്ന വേദാന്തങ്ങളെ ജീവിത ശൈലി അവതരിപ്പിച്ചതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും. അത്തരത്തിലുള്ള അതിനും ശേഷം പഞ്ചതന്ത്രം കഥകളൊക്കെ നമുക്കറിയാം, ഒരുപാടുണ്ട്. അപ്പൊ അതെല്ലാം സമഗ്രമായിട്ടുള്ള മോക്ഷം എന്നുള്ള ഭാവത്തിലേക്കാണ്. ഞാനത് പറഞ്ഞു വന്ന അടുത്ത പത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു വെറുതെ ഒരു ഭാഗവത സപ്താഹം കേൾക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു പിന്നെ ബുധനാഴ്ച ഇട്ട് കേട്ട് കളയാം, അങ്ങനെ ആവരുത്. ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രം എടുത്ത് റിസർച്ച് ചെയ്താൽ തന്നെ ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാവും. അത്രയും നിഗൂഢാണ്. അതുകൊണ്ടാണ് മറ്റെല്ലാ സഹസ്രനാമത്തിലും അതത് ദേവിയുടെയോ ദേവന്റെയോ ഒക്കെ പേര് പറഞ്ഞിട്ടുള്ള സഹസ്രനാമം എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ സാധാരണ ലളിതാ സഹസ്രനാമം സ്തോത്രം എന്ന് പറഞ്ഞാലും രഹസ്യനാമ സാഹസ്രം എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. 1000 രഹസ്യങ്ങൾ അടങ്ങിയ ഗ്രന്ഥം. അതിൽ അമ്മയായിട്ട് ബന്ധമേ ഇല്ല ആ വാക്കിന്. രഹസ്യനാമ സാഹസ്രം, സഹസ്ര രഹസ്യനാമങ്ങളാണ്. 1000 നാമങ്ങൾ എന്ന് പറഞ്ഞില്ല, സഹസ്രനാമം എന്നല്ല, സഹസ്ര രഹസ്യനാമ സ്തോത്രമാണ്. ഇപ്പൊ രഹസ്യം എന്ന് വെച്ചാൽ പറയാൻ പാടില്ലാത്തതെന്നല്ല, പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്നാണ് രഹസ്യത്തിന്റെ അർത്ഥം. അപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്ന് വെച്ചാലും പറയണത്
മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ. കാരണം ഭഗവാൻ തന്നെ പറഞ്ഞില്ലേ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാമഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. തത്വഭാവത്തിൽ ശരിയായ തത്വം അനുസരിച്ച് എന്നെ മനസ്സിലാക്കിയവര് ഉണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ആയിരക്കണക്കിന് ജനങ്ങള് എന്നെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ സത്യത്തെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാം അഭിസിദ്ധാനാം. അങ്ങനെ സിദ്ധി വന്നവർ തത്വത്തിൽ എന്നെ അറിഞ്ഞിട്ടുണ്ടോ സംശയമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കെ, അങ്ങനെയുള്ള ആ ഒരു സമ്പൂർണമായ പ്രപഞ്ച രഹസ്യം ഒരു ഭക്തിയിലൂടെ ഒരു ദേവി എന്ന രീതിയിൽ മ്യൂട്ടായി. ആയിരം പാസ്വേഡ്സ് എന്ന് വേണ്ടി പറയാം. അത് പാസ്വേഡൊക്കെ മനസ്സിലാക്കിയത് പാടല്ലേ. അത് ശരിക്കൊരു ഗുരു ഉപദേശം. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിന് ഗുരു ഉപദേശം വേണം, ശ്രീവിദ്യ ഉപാസന വേണം എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. അപ്പൊ എന്താ കാരണം, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്നതൊക്കെ ദേവിയുടെ, നമ്മുടെ മനസ്സ് ഇതിലേക്ക് ഒട്ടണം. അപ്പൊ നമ്മൾ ദേവിയോട് ഇഷ്ടമായിട്ടാണ് ഇത് പഠിക്കുന്നത്. അപ്പൊ ശ്രീമാതാ ശ്രീമഹാരാജ്ഞി എന്നിങ്ങ് പറയുമ്പോ ആ ഒരു അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു സുഖമുണ്ട്. പക്ഷെ അർത്ഥം കൂടെ മനസ്സിലാകുമ്പോൾ വരുമ്പോഴാണ് ഭക്തി മാറിയിട്ട് തത്വത്തിൽ ഉറച്ച ഭക്തിയാവും. സാ തസ്മിൻ പരമപ്രേമ രൂപ ഭക്തി. നാരദ ഭക്തി സൂത്രമാണ്. ഭഗവാനിൽ നിന്നുള്ള അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും തൊഴുന്നതും നമസ്കരിക്കുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും, യാഗമാണെങ്കിലും ചെറിയ ഹോമങ്ങളാണെങ്കിലും പൂജയാണെങ്കിലും. അതൊന്നും ഭക്തി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല. ആർത്തോ ജിജ്ഞാസിത അർത്ഥാർത്ഥി ജ്ഞാനീജ ഭരതർഷഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഭക്തി എന്താന്ന് വെച്ചാൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുക. അത് പൂജകളിലൊക്കെ അവസാനം അതിന്റെ ഒരു സങ്കല്പം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അഭിവാദയേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പൂജാ പദ്ധതി, അഹം അഭിവാദയേ, ഞാൻ ആരാണ്, ഞാനാണ്, ഇന്ന ആളാണ്, ഇന്ന കുലത്തിലാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ മകനാണ്, ഇന്ന പേരാണ് എനിക്കുള്ളത് എന്ന രീതിയിൽ ആ പേര് മുഴുവനായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുവിന്റെ പാദങ്ങളിൽ അഭിവാദയെ ചെയ്തിട്ട് ആ ദേവനെ പൂജിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്ന ഭാവത്തിലാണ് തുടങ്ങുന്നത്. ആ ഞാൻ എന്ന ഭാവം മാറാൻ വേണ്ടിയിട്ട് ഞാനത് പറയണത്, ഇത് അടുത്ത മന്ത്രങ്ങളൊക്കെ പറയുമ്പോ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അലർട്ടാവാനുണ്ട്. സഹസ്രനാമം വെറുതെ സഹസ്രനാമാന്ന് വിചാരിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവിടെ പൂജ പഠിക്കുന്നവർക്ക് അറിയാം അത് ചോദിക്കണം. അല്ലെങ്കിൽ ദേഹശുദ്ധിയും, എന്താണ് ദേഹശുദ്ധി, എന്താണ് ശംഖപൂരണം, എന്താണ് ആത്മാരാധന. ദേവനെ പൂജിക്കാനിരുന്നിട്ട് അവനവൻ തന്നെ ഭഗവതിയാവുക, അവനവനെ തന്നെ ശുദ്ധാക്കാൻ അവിടെ കാര്യങ്ങളാണ് ശംഖപൂരണം ചെയ്യുക. അതുപോലെ തന്നെ തന്നെ പൂജിക്കുക, അല്ലെ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദേവപൂജയ്ക്ക്. അപ്പൊ താൻ ഈശ്വരപ്രാപ്തിയിലേക്ക് ഈ ദേവിയെ പൂജിക്കാൻ പാകത്ത് ക്വാളിഫൈഡ് ആക്കുകയാണ്. ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫൈഡ് ആക്കിയിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഞാൻ പരിപൂർണമായിട്ടും ഈ മനുഷ്യ ശരീരം എടുത്തിട്ട് ഞാൻ തന്നെ എന്ന ആളാണ് എന്ന് പൂർണ്ണമായിട്ട് ഇന്ന പേരാണ് എന്ന് തന്നെ പറഞ്ഞിട്ട് ശേഷം ആ പേരിനെ ഭഗവതി എന്ന രീതിയിലേക്ക് മാറ്റാണ്, അല്ലെ. ദേഹശുദ്ധിയിൽ അതാ ഉണ്ടാവുക. അങ്ങനെ ഭഗവതി ആയതിനു ശേഷം അങ്ങനെ ഭഗവതി ഇരിക്കുന്ന ആ ആത്മാവിനെ പൂർണ്ണമായിട്ടും ആരാധിച്ചതിന് ശേഷമാണ് തൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ആ ആത്മചൈതന്യത്തെ തന്നെയാണ് പുറത്തേക്ക് വെച്ച് പൂജിക്കുക. അതാണ് ആവാഹനം. അതിന് പീഠം പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടാണ് കിടക്കുന്നത്. അപ്പോഴാണ് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, പൂജയിലെ ഏറ്റവും പ്രധാനം മൂർത്തി പൂജയാണോ, പ്രസന്ന പൂജയാണോ, ദേഹശുദ്ധിയാണോ, ശംഖപുരണാണോ, അതോ പീഠപൂജയാണോ? പലരും പറഞ്ഞു മൂർത്തി പൂജ, ദേവനെ പൂജിക്കുന്നതാണല്ലോ ഏറ്റവും പ്രധാനം. പൂജയിൽ ദേഹശുദ്ധി ശംഖപൂരണമൊക്കെ പോട്ടെ, പൂജയിൽ പീഠപൂജയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. കാരണം ഏത് ദേവനും ഇവിടെ തന്ത്രശാസ്ത്രം ഒരു പീഠം നിശ്ചയിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഏത് ഭാവത്തിൽ സ്ഫുരിക്കുന്ന പീഠമാണ്. അപ്പൊ പീഠം എന്ന് പറയുന്നത് അമ്മ ഇരിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ദേവൻ ഇരിക്കേണ്ട സ്ഥലമാണ്. പീഠം ശക്തിയാത്മകമായും ബിംബം പുരുഷാത്മകമായും തന്റെ ശക്തികളെ അന്യോന്യം യോജിപ്പിച്ചുകൊണ്ട് ആകൽപ്പാന്തം സ്ഥിതി ചെയ്യണം എന്ന് തന്ത്രം പ്രതിഷ്ഠിക്കുമ്പോൾ പീഠമാണ് ശക്തി, ബിംബം പുരുഷനാണ്.
ശിവശക്ത്യാത്മകം വിദ്ധി ജഗതേതച്ചരാചരം. ശിവനും ശക്തിയും ചേർന്നതാണ് ഈ ചരിക്കുന്നതും ചരിക്കാത്തതുമായ എല്ലാം. പക്ഷെ അവിടെ ശക്തി ഇല്ലെങ്കിൽ ശിവശക്തിയായുക്രോ യതി ഭവതി ശക്തപ്രഭവിതും എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. അതുകൊണ്ടാണ് ശക്തിയോട് കൂടി ഇരുന്നാൽ മാത്രം ശിവൻ ചലിക്കുന്നതാവെന്ന് പറയുമ്പോ, പീഠം ശക്ത്യാത്മകം എന്ന് പറയുമ്പോ പീഠമില്ലെങ്കിൽ ബിംബം ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പീഠവും ബിംബവുമായിട്ട് ഇളക്കം വന്നാൽ നവീകരണമൊക്കെ പതിവ്. ഞാൻ അങ്ങോട്ട് പൂജാ പദ്ധതിയിൽ പഠിപ്പിക്കലല്ല. അപ്പൊ ആ പീഠത്തിന്റെ ഭാവം, അപ്പൊ വിഷ്ണുവിന്റെ പീഠമല്ല ദുർഗയുടെ പീഠം, ദുർഗയുടെ പീഠമല്ല ശിവന്റെ, ഭദ്രകാളിയുടെ, ഗണപതിയുടെ, എല്ലാത്തിനും ആ പീഠം ഇങ്ങനെ പൂജിച്ചു വന്നിട്ട് അവരൊക്കെ സാമാന്യം സമാനതയുള്ള ഗുരു ഗണപതിയൊക്കെ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് വരുമ്പോ അവിടെ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിന്റെ മധ്യത്തിൽ കൊണ്ടുപോയിട്ടാ സപരിവാരമൊക്കെ പഠിക്കുന്നവർക്ക് അറിയാം. ആ പീഠത്തിന് സാധാരണ പീഠം പോലെ ഷഡ്പീഠം അല്ലാതെ പൂജിക്കുമ്പോ ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം എന്നുള്ള ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ധർമ്മം നമുക്ക് ഇഷ്ടമാണ്. ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം. അത് മാത്രമല്ല 8 കാലുള്ള പീഠാണ്. അധർമ്മം, അജ്ഞാനം, അവൈരാഗ്യം, അനൈശ്വര്യം. എന്നാലാണ് ഈ പ്രകൃതിയുടെ ബാലൻസിങ് ആവുള്ളൂ. അപ്പൊ ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യങ്ങളും അധർമ്മ അജ്ഞാന അവൈരാഗ്യ അനൈശ്വര്യങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു പീഠത്തിലാണ് ദേവനും ദേവിയൊക്കെ ഇരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ പ്രപഞ്ച സങ്കല്പമാണ്. അതുകൊണ്ട് ഇവിടെ രഹസ്യാത്മകമായിട്ട് ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി കഴിഞ്ഞു. സാക്ഷാൽ മഹാരാജ്ഞിയായിക്കൊണ്ട് പ്രപഞ്ചത്തിന്റെ അമ്മ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ കഴിഞ്ഞില്ലേ, പോരാ. ആ അമ്മയുടെ ഭാവം ചിദഗ്നികുണ്ഡ സംഭൂതയാണ്, ദേവകാര്യ സമുദ്രതയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ചിദഗ്നികുണ്ഡത്തിന് എപ്പോഴാണ് ഈ ശ്രീമാതാവ് ഉണ്ടായത്? ഈ ദേവന്മാരുടെ ഏത് കാര്യം സാധിപ്പിക്കാനാണ് ദേവന്മാര് ആ ചിദഗ്നികുണ്ഡത്തിൽ യാഗം ചെയ്ത്? അത് എന്തിനു വേണ്ടി? അപ്പോഴാണ് ഭണ്ഡാസുര വധമൊക്കെ നമ്മളിലേക്ക് വരിക, അല്ലെ? പിന്നെ ആ ദേവി ഉദിച്ചുയരുന്ന 1000 സൂര്യന്റെ പ്രകാശം അങ്ങനെ പറഞ്ഞിട്ട് പാശവും അങ്കുശം, അങ്ങനെ ദേവിയുടെ ധ്യാനം ഇങ്ങനെ പറയാണ്. ഈ പറയുമ്പോ ആ ദേവി പാദം വരെ എത്തി. ദേവിയുടെ ചെറിയൊരു ചലനം, പാദത്തിന്റെ ചലനം വരെ നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള ദേവിയുടെ ഇരിപ്പ് എന്ന് പറയുന്നത് ഇത് കാണുന്ന പോലെ ഇപ്പൊ പറയാൻ പോകുന്ന പല മന്ത്രങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പലതും. അത് എവിടെയോ നമ്മുടെ ഭൂമിയിൽ നിന്നൊക്കെ വിട്ട് ഏതോ ഒരു നാട്ടിൽ എന്ന രീതിയിൽ ചിന്തിക്കരുത്. ശരിക്കും ചിന്തിച്ച് 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 നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ള ബോധം ഉറക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. അപ്പൊ അതിനെ പുറത്തേക്ക് ഇങ്ങനെ വിസ്താരമായിട്ട് കൊണ്ടുപോകുമ്പോൾ എത്താൻ കഴിയാതെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഉള്ളിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഇതെല്ലാം ഇതിന്റെ ഉള്ളിലാണ്. ഈ പറയുന്ന 1000 നാമങ്ങളും സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കേണ്ടത് ഉള്ളിലാണ്. അവിടെയാണ് എഡ്യൂക്കേഷൻ ഇരിക്കുന്നത്. അന്തർമുഖ ശക്തിരേവ വിദ്യ. നമ്മുടെ എല്ലാം പുറത്തേക്കാണ് ദൃഷ്ടി. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഒക്കെ പുറത്തേക്ക് തുറന്നിട്ടിരിക്കുക. എല്ലാ ശക്തിയും അതിലൂടെ നഷ്ടപ്പെടും. അതാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതിനെയൊക്കെ ഇങ്ങനെ അടച്ചിട്ട് ഈ മനസ്സിന്റെ ചിന്ത മുഴുവൻ അന്തർമുഖമാക്കിയാൽ ഉണ്ടാവുന്ന ശക്തിയാണ് വിദ്യ, എഡ്യൂക്കേഷൻ. സത്യം പറഞ്ഞ ഒരു കാര്യം നമുക്ക് മറന്നുപോയി. ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വരി മറന്നുപോയാൽ നമുക്ക് ഇപ്പൊക്കെ ഫോൺ എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ പുസ്തകം, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ തല ചൊറിയും. അയ്യോ എവിടെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചൊറിയും. അപ്പൊ നമ്മൾ ആ ഉള്ളിന്റെ ഉള്ളിലേക്ക് വീണ്ടും കീനാക്കാണ് അവൻ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് പോലും അത്ഭുതമാണ്, മറന്നുപോയത് ചിലപ്പോ പെട്ടെന്ന് ഓർമ്മ വരും. അതുകൊണ്ട് അന്തർമുഖമാക്കുവാനുള്ള 1000 രഹസ്യഭാവങ്ങളാണ് ലളിതാ സഹസ്രനാമം. അപ്പൊ അതില് ദേവിയുടെ സ്ഥൂല രൂപം ഇങ്ങനെ പറയുമ്പോ ആ ദേവിയോട് പ്രേമത്തോടെ സാധാരണ ആർക്കോ ജിജ്ഞാസു അർത്ഥാർത്ഥി എന്നൊക്കെ പറയുന്ന നമ്മള് അതിനെ അങ്ങനെ അമ്മയെ രക്ഷിക്കണേ, എനിക്ക് ആരുമില്ല, എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് മക്കളില്ല, മക്കൾക്ക് മക്കളില്ല, അല്ലെങ്കിൽ മക്കൾക്ക് രോഗമാണ്, എനിക്ക് രോഗമാണ്, ഭർത്താവിന് രോഗമാണ്, ജോലിയില്ല, കടം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന നമുക്ക് ആദ്യം കൊണ്ടുപോയിട്ട് വേദാന്തം പറഞ്ഞാൽ മനസ്സിലാവില്ല. സത്യത്തിൽ എത്തേണ്ടത് വേദത്തിലേക്ക്. അതുകൊണ്ടാണ് പൂജയിൽ അഭിവാദയെ എന്ന് പറഞ്ഞാൽ അവസാനം ഓം തത് സത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അത് സത്താണ്. ഏത്? ഈ ആത്മാവെന്ന് പറയുന്നത്. അതറിയാൻ വേണ്ടി അതിന് തൊട്ട് മുമ്പ് മാം മദീയഞ്ച സകലം അസ്മൽ സ്വാമിന്യൈ ലളിതാ പരമേശ്വരി മൂർത്തേ തുഭ്യം. ഇവിടെ അങ്ങനെയാണ് പറയാം. എന്നെയും എന്റെയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാം സകലം ഞാൻ അങ്ങോട്ട് സമർപ്പിച്ചാൽ ഞാനില്ല പിന്നെ. അല്ലെ, ഒരു കാട്ടിൽ പോകുമ്പോ നമ്മളൊരു സിംഹം തിന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ കാല് തിന്നു,
നമ്മുടെ മുട്ടും തൊടയും വയറും കൈയും നെഞ്ചും കഴുത്തും തലയും ഒക്കെ സിംഹം എടുത്ത് തിന്നാൽ പിന്നെ ഞാൻ എവിടെ പോയി? ഞാൻ സിംഹമായി എന്ന് പറഞ്ഞ പോലെ ഈ ഞാൻ അഹം എന്നുള്ളത് അഹം ബ്രഹ്മാസ്മി, അതാണ് പൂജാ തത്വം തന്നെ. അതിലേക്ക് ഒരു വ്യക്തിക്ക് ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് പൂജകൾ ഉണ്ടായത്. പിന്നീട് അത് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് എന്ന രീതിയിലായതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ക്ഷേത്രമായാലും ക്ഷേത്രത്തിൽ ഒരാൾക്ക് നടക്കുന്നത് തൊഴാൻ പറ്റും. ഇതൊക്കെ എല്ലാം എവിടെ ആലോചിച്ചാലും ഇപ്പൊ മാതൃക്കളുണ്ട്, ശാസ്താവുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ദുർഗയുണ്ട്, എല്ലാം വലുതും. ഏത് ബലിവട്ടത്തിലും ദുർഗാ സുബ്രഹ്മണ്യ ശാസ്താവ് മാതൃക്കൾ ഇല്ലാത്ത ബലിവട്ടമില്ല. ഏത് ദേവനായാലും ശരി, ദുർഗയുടെ ക്ഷേത്രമായാലും സുബ്രഹ്മണ്യ ക്ഷേത്രമായാലും ഉണ്ടാവും. അതെന്തൊക്കെയാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാവണം എന്നില്ല. പക്ഷെ അതിന്റെ ഉള്ളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അറിയാതെ നമ്മുടെ ബുദ്ധി മനസ്സ് തുറക്കും. അതുപോലെ ലളിതാ സഹസ്രനാമത്തിന്റെ ഇതിലേക്ക് പോകുമ്പോൾ ചിന്താമണി എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്, അവിടെയാണ് അമ്മ താമസിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ആ സന്തോഷത്തോടെ ഭക്തിയോടെ നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ എന്താണ് ചിന്താമണി? അത് ചിന്തയുടെയാണ്, അല്ലെ? ചിത നമ്മുടെ ശരീരത്തെയാണ് നശിപ്പിക്കുക. അതിന് നടുക്കൊരു പൂജ്യം ഇട്ടാൽ ചിന്ത, അത് സർവ്വതും നശിപ്പിക്കുന്നതാണ്. ചിന്താദഹതി ജീവനം, ജീവനെ തന്നെ കളഞ്ഞു കളയും ചിന്ത. ഒരു പൂജ്യം ഇട്ടാൽ മതി. ചിത എന്നുള്ളതിനെ നടുക്ക് ചീ കഴിച്ചിട്ട് ഒരു ഇട്ടാൽ ഒരു കുത്തിട്ടാ മതി, ചിന്ത എന്നായി. അത് നമ്മുടെ ജീവനത്തെ. അപ്പൊ ആ ചിന്തയെ, ആ ചിന്തകളുടെ മണി എന്ന് പറയുന്നത്, അതായത് പ്രപഞ്ചത്തില് എന്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങള് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വലിയ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എന്തൊക്കെ മഹാ അത്ഭുതങ്ങളുണ്ട്, എല്ലാത്തിനും തൊട്ട് മുമ്പ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ചിന്തകൾ ഉണ്ടാവും. ആദ്യം എല്ലാം ചിന്തയിലാണ് വരിക. അതുകൊണ്ടാണ് ചിന്താനാശമാണ് മോക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ചിന്തകളുടെ മണിയാണ്. ചിന്തകളുടെ മണികളെ കൊണ്ടുണ്ടാക്കിയ ഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ്. ഞാൻ എല്ലാത്തിനും ഇങ്ങനെ അർത്ഥം പറഞ്ഞു വരില്ല. അപ്പൊ അതുകൊണ്ട് ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന് പറയുമ്പോ പിന്നെന്താ? പഞ്ചബ്രഹ്മാസന. ആ അമ്മ ഇരിക്കുന്നത് ഒരു ബ്രഹ്മേ ഉള്ളൂ എന്നാ കേട്ടിട്ടുണ്ട്. 5 ബ്രഹ്മം എന്ന് വെച്ചാൽ സൃഷ്ടിക്ക് കാരണമായത് മാത്രമല്ല ബ്രഹ്മം, ബ്രഹ്മാവല്ല. സൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒന്നും കൂടെ വൈഡാക്കിയാൽ സൃഷ്ടിച്ചാൽ സൃഷ്ടി അത്രയല്ലല്ലോ. സൃഷ്ടി എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളതാണ് സ്ഥിതി, പരിപാലനം, അല്ലെ? സ്ഥിതി എങ്ങോട്ടാ പോണത്? അതിന്റെ കൂടെ തന്നെയാണ്. ഭൂതം, വർത്തമാനം, ഭാവി എന്നൊക്കെ പറയാം നമുക്ക്. ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ചതിന് ശേഷം, മരിച്ചതിന് ശേഷം, അങ്ങനെയൊന്നും ഇല്ല. കാരണം ജനിച്ചപ്പോഴേ ജന്മസ്യ ധ്രുവോ മൃത്യു, ഇത് പ്രമാണമാണ്. ജനിച്ചവന് മരണം ഉറപ്പാണ്. ഉണ്ടായത് നശിച്ചേ പറ്റൂ, ഇല്ലാത്തത് ഉണ്ടാവില്ല, ഉള്ളത് നശിക്കില്ല. ഇങ്ങനെ പല പല പ്രമാണം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന സൃഷ്ടി എന്ന് പറയുന്ന ബ്രഹ്മമാണ്. അതിനൊരു പേരിട്ടു. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ഇതിലെ ക്ലാസ്സിലൂടെ ചില പറയാൻ പറ്റിയത്. ആ ബ്രഹ്മാവിന്റെ സൃഷ്ടി കഴിഞ്ഞാൽ നമ്മൾ സൃഷ്ടമായി, അല്ലെ? അതൊരു സ്തംഭമാണ്. സൃഷ്ടിച്ച ഒരു സ്തംഭമാണ് നമ്മൾ. അത് നമ്മൾ തന്നെയാണ് ബ്രഹ്മാവ് എന്ന് വെക്കാം. പിന്നെന്താ? അത് പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു മനസ്സുണ്ട്. സൃഷ്ടി കഴിഞ്ഞാൽ പിന്നെ ഇനി സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ പോയി. സൃഷ്ടി കഴിഞ്ഞു, അത് അണ്ടർസ്റ്റുഡാണ്. പിന്നെ ഈ ജനിച്ചു വന്നാൽ ഈ സൃഷ്ടമായി വന്ന് എന്നെ പരിപോഷിക്കാനാണ് നമ്മുടെയൊക്കെ ഓട്ടം, അല്ലെ? അങ്ങനെ പോണപ്പോ എന്താണ്? അതും നമ്മൾ തന്നെയാണ്. അതുപോലെ എന്തെല്ലാം വേണമോ അതെല്ലാം പരിപാലിച്ചു വെക്കുകയും എന്തെല്ലാം നമുക്ക് ആവശ്യമില്ലയോ അതെല്ലാം നശിപ്പിച്ചു കളയുകയും നമ്മൾ ചെയ്യും, അല്ലെ? ഒരു നെല്ല് വിതച്ചാൽ ആ വിതയ്ക്കുമ്പോ അതിന്റെ കൂടെ വളം ചേർക്കുമ്പോ ആ ഭൂമിയിൽ പണ്ടേ ഉണ്ടായിരുന്ന പല പല ആവശ്യമില്ലാത്ത ബീജങ്ങളും പൊട്ടിമുളച്ച് ഈ നെല്ലിന്റെ കൂടെ വന്ന് ആ നെല്ലിൽ വന്ന വളം പോലും വലിച്ചു കൊണ്ടുപോകുന്ന കളകൾ, നമ്മൾ പറയാറ് കള പറിച്ച് കളയാന്ന് പറയാം. അതും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി. അതിനോടൊരു ദയൊന്നും നമ്മൾ കാണിക്കാറില്ല. നെല്ലും അതുപോലെ ഒരു ചെടിയാണ്. പക്ഷെ ആ നെല്ലാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് കളകൾ നശിപ്പിക്കുക, ആ കള മാറ്റണം. അതുകൊണ്ട് കള പറിച്ചു കളയുക എന്നുള്ളത് സംഹാരമാണ്. ഇതേപോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തില് നമ്മള് മനസ്സിന് ദുഃഖം ഉണ്ടാവാത്ത രീതിയിൽ എപ്പോഴും സന്തോഷം വേണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാം. മുന്നോട്ട് പോകുമ്പോൾ അതിന് വിരുദ്ധമായതിനെയൊക്കെ നമ്മൾ സംഭരിച്ചു കളയും.
അത് വെറുതെ കൊല്ലലല്ല, സമ്യക് ഹരതീതി സംഹാരം. അപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത് മൂന്നും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, മനസ്സിൽ തന്നെ, ചിന്താമണിയുടെ ഉള്ളിൽ തന്നെയാണ്. പിന്നെന്താ, അങ്ങനെ ആ പരിപാലനത്തിന്റെ ഒരു ആവശ്യകതയാണ് യുദ്ധം എന്ന് പറയുന്നത്. വേണ്ടതിനെ നിലനിർത്തുകയും വേണ്ടാത്തതിനെ ഉപേക്ഷിക്കുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്യാം. ഇത് സ്ഥിതി തന്നെയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. ജനിച്ച ഉടനെ തന്നെ മരിക്കുക എന്നുള്ള അല്ലല്ലോ. ജനിക്കുക, മുന്നോട്ട് പോകുന്ന സമയത്ത് മുന്നോട്ട് പോവാന്ന് വെച്ചാൽ ഇപ്പോ നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മൾ പലതിനെയും ത്യജിക്കുന്നുണ്ട്. ഒരു പദം നമ്മൾ മുന്നോട്ട് വെച്ചാൽ പുറകിലത്തെ സ്ഥലത്തെ നമ്മൾ ത്യജിക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരിക്കല് സമർത്ഥ രാമദാസ് എന്ന് പറയുന്ന ശിവാജിയുടെ ഗുരു, അദ്ദേഹത്തിന്റെ കൂടെ ഒരു വലിയൊരു പണക്കാരൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, സംഗത സഹചാരിയായിട്ട്. തന്റെ പണത്തിൽ ഭയങ്കര ഹുങ്കാണ്. എന്റെ കയ്യിലെ പൈസ കൊണ്ടാണ് ഈ ഗുരുനാഥൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന രീതിയിൽ അദ്ദേഹം ഒന്നും വേണ്ടിയിരുന്നില്ല. ഒരിക്കൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് ഒരു പുഴയുടെ തീരത്ത് അക്കരയ്ക്ക് കിടക്കണം. പണ്ടത്തെ കാലാണ്, അന്ന് വഞ്ചി വലിയ വള്ളമാണുള്ളത്. വള്ളത്തിൽ കയറണമെങ്കിൽ വള്ളക്കാരൻ എന്തെങ്കിലും അന്നത്തെ കൂലി കൊടുക്കണം. അപ്പൊ വള്ളം വന്നു, വള്ളത്തിൽ രണ്ടുപേരും കയറി, വള്ളം അക്കരയ്ക്ക് എത്തി, ഇറങ്ങി. ആ മുതലാളി അദ്ദേഹത്തിനും അദ്ദേഹം രണ്ടുപേർക്കുള്ള വള്ളക്കൂലി, കടത്തുകൂലി കൊടുത്തു. നടന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോ ഈ ധനികൻ ഒരു ഉള്ളിൽ ചിരിച്ചുകൊണ്ട് വല്ലാത്തൊരു ചിരിയോടെ നടക്കുന്ന കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, എന്താണ് അങ്ങ് ചിരിക്കുന്നത്? അല്ല, ഞാൻ ആലോചിച്ചു പോവാണ്, അങ്ങ് എത്രയോ വലിയ ആധ്യാത്മികമായിട്ട് ഉയർന്ന ആളാണ്. പക്ഷെ ഈ പൈസ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇക്കരയ്ക്ക് വരാൻ പറ്റുമോ? സമ്പത്താണ്, സമ്പത്തില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. ഈ സമ്പത്താണ് നമ്മളെ മുന്നോട്ട് പരിപാലിച്ച് മുന്നോട്ട് പോകുന്നത്, ധനമാണ് എന്ന് അദ്ദേഹത്തെ അങ്ങോട്ട്, തന്റെ ഉള്ളിലെ ആ അഹങ്കാരത്തിന്റെ സ്ഫുരണാണ്. അദ്ദേഹത്തോടുള്ള അഹങ്കാരമൊന്നുമില്ല, പാണ്ഡിത്യകരമൊന്നുമല്ല, പക്ഷെ പൈസ ഉണ്ട്. അതാണ് ഇദ്ദേഹം ഇത്രയും വലിയ ഗുരുവിനെ പോലും താങ്ങി നിർത്തുന്നത്, എന്റെ ധനമാണ്. അപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അതല്ല, അങ്ങയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അങ്ങത് വള്ളക്കാരന് കൊടുത്തത് കൊണ്ട്, ത്യജിച്ചത് കൊണ്ടാണ് നമ്മളെ വള്ളത്തിൽ കയറ്റിയത്, അത് ഇക്കരെ കൊണ്ടുവിട്ടത്. അങ്ങയുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് പ്രയോജനമില്ല. എന്താണോ ഉള്ളത് അതിനെ ത്യജിച്ചാലേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും. അക്കരെ നിന്നിരുന്നെങ്കിൽ നമ്മൾ ഇക്കരെ എത്തില്ല. അക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ത്യജിച്ചത് കൊണ്ടാണ് നമ്മൾ പുഴയിലേക്ക് നീങ്ങിയത്, വള്ളത്തിൽ ഇരുന്നത്. ആ വള്ളത്തിൽ തന്നെ ഇരുന്നിരുന്നെങ്കിലോ പറ്റില്ല. ആ വള്ളത്തെയും ത്യജിച്ചത് കൊണ്ടാണ് നമ്മൾ ഇക്കരയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ഇക്കരയ്ക്ക് ഇറങ്ങിയിട്ടും ആ സമയത്തും അങ്ങ് സാമ്പത്തികം കൊടുത്തുകൊണ്ട് അത് ഒന്നുമേ അല്ല ഇതിനിടയിൽ. പിന്നെ നമ്മൾ ഓരോ പദവും വയ്ക്കുമ്പോൾ നമ്മൾ പുറകിലത്തെ സ്ഥലത്തെ ത്യജിച്ചുകൊണ്ടാണ്. അപ്പൊ ത്യാഗം എന്നതേ നേട്ടം എന്ന് പറയാറില്ലേ, ത്യജിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പോകുമ്പോഴാണ് അതിനൊരു സംഹാരം എന്നൊരു ഭാവം വരിക. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരിക്കലും ആ ഒരു തരത്തിൽ വരാതെ പോകുന്ന തിരോധാനം, അതിന് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞെന്ന് മാത്രമേ. അത് മരണം എന്നർത്ഥം. സംഹാരത്തിന് കൊല്ലാതെ നമ്മൾ തന്നെയാണ് സംഹരിക്കുന്നത്. രക്ഷപ്പെടാൻ വേണ്ടി, മുന്നോട്ട് പോകാൻ വേണ്ടി സംഹാരമൊക്കെ നടത്തുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ ഇനി ഒരിക്കലും വരണ്ട എന്ന രീതിയിൽ പരിപൂർണമായിട്ട് ഈ ജന്മം, ഇനിയൊരു ജന്മമില്ല എന്ന രീതിയിൽ തിരോധാനം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ കർമ്മ മേഖല ഇല്ലാതെയാവുക. പുനരഭി ജനനം പുനരഭി മരണം എന്നൊരവസ്ഥ വരുമ്പോൾ മാത്രമാണ് ജന്മസ്യ ധ്രുവോ മൃത്യു വരിക. ആ മൃത്യു അല്ലാതെ അടുത്ത ജോലി, മൃത്യു വന്നാൽ പിന്നെ ജനനം വരും, പുനർവിജനനം പുനരഭി. അത് തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ മൂന്നും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവും. അങ്ങനെ പോകുന്ന ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഇനി എനിക്ക് ജനിക്കണ്ട എന്ന് വിചാരിച്ച് സ്വയം ഉപാസനയിലേക്ക് നീങ്ങിയാൽ മാത്രമേ ആ ഒരു ഈശ്വരഭാവത്തിന്റെ ഡ്യൂട്ടിയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സൃഷ്ടിയും സ്ഥിതിയും സംഹാരമൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് അതിന് തിരോധാനം. അങ്ങനെ പോയാൽ സമ്പൂർണമായിട്ടും ആ ആത്മാവ് മോക്ഷത്തിലേക്ക് എത്തുമ്പോഴാണ് സദാശിവനായിത്തീരുക. അങ്ങനെ സദാശിവനാകുന്ന ആ മഞ്ചത്തിലാണ് ഭഗവതിയുടെ ഇരിപ്പ് എന്ന് പറയുമ്പോൾ അതാണ് ചിന്താമണി ഗ്രഹം. പക്ഷെ ഇവിടെ അതിന്റെ കവിതാ ഭംഗി, ആലങ്കാരിക ഭാഷ, നമുക്കറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല.
അപ്പൊ പഞ്ചബ്രഹ്മാസന സ്ഥിത എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വിളങ്ങുന്ന അമ്മയാണ്. ആ അമ്മയെ നമുക്ക് അറിയില്ല. അറിയാൻ ശ്രമിക്കുമ്പോൾ ഈ അതിനെ നമുക്ക് ചിന്തിക്കാം. അതിനൊരു സൃഷ്ടി ഉണ്ടാവും, ഒരു സ്ഥിതി ഉണ്ടാവും. ഇതൊന്നുമല്ല സത്യം. അവസാനം ഞാൻ തന്നെയാണ് സത്യം. ഇത് പുറത്തേക്ക് അന്വേഷിക്കേണ്ടതല്ല. യാതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ലയോ, അതറിഞ്ഞോ മകനെ എന്ന് കഠോപനിഷത്ത് ചോദിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള തത്വം മനസ്സിലാക്കിയോ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രങ്ങളാണ് എല്ലാം. പക്ഷെ അതിന്റെയൊക്കെ സത്താണ്, എസൻസ് ആണ്, പരിപൂർണമായ 1000 രഹസ്യഭാവങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ഒരു സഹസ്രനാമം പഠിക്കുന്ന ഭാവത്തിലല്ലാതെ മനസ്സിലാക്കിയാൽ ആ മനസ്സിലാക്കുന്നവർക്ക് അത് കൊള്ളാം. അങ്ങനെയുള്ള ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഞാൻ പറഞ്ഞത് അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത മന്ത്രം 23-ാമത്തെ ശ്ലോകം. അതില് 5 മന്ത്രമുണ്ട്. നമ്മുടെ ജീവിതമായിട്ട് ഘടിപ്പിച്ചുകൊണ്ട് എല്ലാ മന്ത്രങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കി. വെറുതെ ഈ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾക്കും അപ്പുറയുള്ള ഒരു ശ്രീമത് നഗര നായിക, ഒരു ശ്രീമത്തായ നഗരമുണ്ട്. അപ്പൊ നമ്മൾ എന്തോ ഒരു പോവാത്ത ഒരു സ്ഥലം, ഇപ്പൊ US-ലോ UK-ലോ അല്ലെങ്കിൽ ഗൾഫിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നാട്ടിലോ നമ്മൾ പോവാത്ത സ്ഥലത്തെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് വിഭാവനം ചെയ്തതുപോലെ ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ ചിന്തിച്ചോളൂ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതൊന്നും അല്ല സത്യം, ഈ കാണുന്നതൊന്നും അല്ല സത്യം. ഇതുണ്ടെന്ന് തോന്നലാണ് എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. മണ്ണും വെള്ളവും ചൂടും ഒക്കെ ഒന്ന് തന്നെയാണെങ്കിലും എല്ലാം തത്വം ഒന്നാണ്. അത് അന്വേഷിച്ച് പക്ഷെ എന്നാലും മൂന്നായിട്ട് നമ്മൾ കാണുന്ന പോലെയാണ് നമ്മുടെ ജീവിതം. ഇവിടെ ഈ ചിന്താമണിയാകുന്ന ആ ഗ്രഹത്തില് ചിന്താമണി എന്ന് പറയുന്ന മണിയുടെ പ്രത്യേകത എന്താണ്? എന്താണോ ചിന്തിക്കുന്നത് അപ്പൊ തന്നെ സാധിക്കും. അത് തന്നെയല്ലേ നമ്മുടെ കാര്യം. നമ്മൾ ചിന്തിക്കുമ്പോ ആ ചിന്ത കൊണ്ടാണ് കാര്യം നടക്കുന്നത്. അത് നമ്മൾക്കും അപ്പുറമുള്ള പ്രകൃതിയിലെ അങ്ങോട്ടും തട്ടും താഴോട്ടും ഉണ്ടാവും ആ ചിന്ത. മുകളിലോട്ട് ചെന്നത് പരയിൽ തന്നെ ചെട്ടും. നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പശ്യന്തിയാവും. അത് നമ്മളിങ്ങനെ പുറത്തേക്ക് വരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മധ്യമയാവും. പുറത്തേക്ക് അത് വരുമ്പോ വൈഖരിയാവും. ഇങ്ങനെയാണ് ശബ്ദത്തിന്റെ വിന്യാസം. അങ്ങനെയുള്ള ആ ചിന്താമണി ഗൃഹത്തില് പഞ്ചബ്രഹ്മാസനത്തിൽ ഈ പഞ്ചകൃത്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവതിയാണ് എന്ന് പറഞ്ഞാൽ അവനവന്റെ ഉള്ളിലെ തന്നെ ശക്തിയാണ്. അതാണ് പീഠം എന്ന് പറയുന്നത്. ആ പീഠത്തിന്റെ ഒരു സമഷ്ടി ഉണ്ട്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു മന്ത്രത്തിലൂടെ പൂജകളിലൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. വിഷ്ണുവിന്റെയൊക്കെ സർവഭൂതാത്മനെ വാസുദേവായ സർവാത്മ സംയോഗ യോഗപത്മ പീഠം. ഇത് ആർക്കറിയാൻ പറ്റും? പഠിപ്പിക്കുന്ന ആചാര്യന് പോലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ വേദാന്തങ്ങൾ മുഴുവൻ പഠിക്കുന്നത്. അത്രയും ബൃഹത്താണ്. എന്നാലും നമ്മള് ഭഗവാൻ അങ്ങനെ ഇരിക്കുകയാണ് എന്ന രീതിയിൽ ഭക്തിയോടെ പ്രേമത്തോടെ ഗുരുവായൂരപ്പ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഫലം ഉണ്ടാവും. അവിടെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ശ്രദ്ധ കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ പഞ്ചബ്രഹ്മാസന സ്ഥിതിയായിരിക്കുന്ന ആ അമ്മ, ആ ചിന്താമണി, ആ മഹാപത്മ പഞ്ചബ്രഹ്മാസനത്തിൽ നിന്ന് അമ്മ ഇരിക്കുന്ന അവിടെ കണ്ടിട്ട് ആ ചിന്താമണി ഗ്രഹമൊക്കെ എന്ന് കാണും. ഒരുപാട് ലളിതോപാഖ്യാനത്തില് ചിന്താമണി വർണ്ണനം ഒരുപാടുണ്ട്. അതാ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. നിങ്ങൾ ലളിതോപാഖ്യാനം മലയാളത്തിൽ ഇപ്പൊ കിട്ടാനുണ്ട്, മേടിച്ചു വായിച്ചു നോക്കും. അവിടെ നമ്മൾ പുറത്തിറങ്ങിയാൽ ആ വീട്ടിൽ ചെന്നോ കയറി ഇരിക്കൂ എന്ന് പറഞ്ഞ് കയറി ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ ചായയൊക്കെ കുടിച്ച് പുതിയ വീടാണല്ലോ, ഞാൻ വീടൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണും. അങ്ങനെ ഒന്ന് ചിന്താമണി ഗ്രഹത്തെ കാണണമെങ്കിൽ ലളിതോപാഖ്യാനം ശരിക്കും പഠിക്കണം. അതിനാണ് ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന്. അപ്പൊ ഗൃഹ അന്തസ്ഥയാണ്. ആ ഗൃഹത്തിൽ എന്താണ് ആ ചിന്താമണി ഗ്രഹത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കണം. അപ്പൊ അവിടെ അമ്മ അതിന് അകത്ത് പോകുമ്പോഴാണ് പഞ്ചബ്രഹ്മാസനത്തിന്റെ മുകളിൽ അമ്മ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ട് ആ വീടിന്റെ പുറത്തൊക്കെ നോക്കും. ആ പറമ്പ് എങ്ങനെയുണ്ട്, അവിടെ എന്തൊക്കെ കൃഷികളുണ്ട് സാധാരണ നോക്കുന്ന പോലെ പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മഹാപത്മാടവീ സംസ്ഥ. വീണ്ടും ഇവിടെ എന്താ പറഞ്ഞ് പഞ്ചബ്രഹ്മാസന സ്ഥിത, അതൊരു സ്ഥിതിയാണ് അല്ലെ. ചിന്താമണി ഗൃഹാന്തസ്ഥ, ചിന്താമണി എന്ന ഗൃഹത്തിന്റെ അകത്ത് അന്തർജനമായിട്ടിരിക്കുന്നവളാണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എവിടെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കിളിമാനൂരാണ് ഞാൻ ഇരിക്കുന്നു പറഞ്ഞാലും തിരുവനന്തപുരം ജില്ലയാണ് അല്ലെ.
കിളിമാനൂർ എന്ന് പറഞ്ഞാലും കിളിമാനൂർ അന്നും കൊച്ചു ചെറുതാക്കിയാൽ ഞാൻ ഇരിക്കുന്നപ്പോ ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കസേരയിലാണ്, ഇന്ന ഭാവത്തിലാണ്. ജ്യോതിഷത്തിലൊക്കെ അതാണ് ഭാവതയിലേക്ക് അംശകതയിലേക്ക് പറയാൻ കാരണം. ഇവിടെ അങ്ങനെ ആ പഞ്ചബ്രഹ്മാസനത്തിൽ ഇരിക്കുന്ന അമ്മ ചിന്താമണി ഗൃഹത്തിലാണ്. ചിന്താമണി ഗൃഹം എവിടെയാണ്? ശ്രീമത് നഗരത്തിലെ നായികയാണ് അമ്മ. ശ്രീമത്തായിരിക്കുന്ന നഗരത്തിന്റെ നായികയാണ്. അതിന് എത്രയാണ് വിസ്താരം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തോന്നും. അതിനെ നമ്മളൊന്ന് കുറച്ച് എങ്ങനെയാണ് ആ ശ്രീമത് നഗരം എന്നറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു അടവി ഉണ്ട്. എന്നാണ് അടവി എന്ന് വെച്ചാൽ വനം എന്നർത്ഥം. അതെന്തൊരു അടവിയാണ്? ഇപ്പം ചന്ദനക്കാട് എന്ന് പറഞ്ഞാൽ ചന്ദനമരങ്ങളാ നിറഞ്ഞ സുഗന്ധം വരുന്ന കാട് അല്ലേ? വേറെ എന്തെങ്കിലും ഒരു കാട്, ഒരു വൃക്ഷങ്ങള്, തേക്കിൻകാട്. ഇപ്പൊ തേക്കിൻകാട് മൈതാനം എന്നൊക്കെ തൃശ്ശൂർ പറയാറുണ്ട്. തേക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു, അത് വെട്ടിക്കളഞ്ഞുകൊണ്ട് അത് മൈതാനായി. അപ്പൊ അങ്ങനെ ഇവിടെ പറയുന്നത് അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു കാടുണ്ട്. അത് എന്ത് കാടാ? അവിടെ കാട്ടിൽ എന്താണുള്ളത് നമുക്ക് അന്വേഷിച്ചാൽ പത്മാടവീ സംസ്ഥ, പത്മങ്ങളെ കൊണ്ടുള്ള വനാണ്. പത്മം എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് അറിയാം താമര. ഒരു കാടാണെന്നാണ് പറയുന്നത്. ഒരു ചെറിയൊരു കുളമാണെന്നോ അവിടെ താമര വിടർന്ന് നിൽക്കുന്നുണ്ടെന്നോ സാധാരണ കവികൾ പറയുന്ന പോലെയല്ല. അതൊരു കാടാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അമ്മയുടെ ആ കോട്ട അന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അമ്മയുടെ കോട്ടയിൽ പോകണമെങ്കിൽ 25 കോട്ടകൾ, 9 കോട്ടകളുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരുപാട് സമയം എടുക്കും. 25 കോട്ട കഴിഞ്ഞിട്ട് 9 കോട്ടയുണ്ട്. അതിനെല്ലാം വ്യക്തമായിട്ട് അവിടെ എന്തൊക്കെയാണ് എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ആ 9 കോട്ട കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുട്ടിയുടെ കോട്ടയാണ്. അത് കഴിഞ്ഞ് സ്വർണത്തിന്റെ കോട്ട, പിന്നെ രത്നങ്ങളുടെ ഒരു കോട്ട. അത് കഴിഞ്ഞിട്ടാണ് ഈ ചിന്താമണി, ഈ ശ്രീമത് നഗരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ സ്വർണക്കോട്ടയുടെയും അവിടുന്ന് ഇറങ്ങുമ്പോ രത്നക്കോട്ടയ്ക്കും അമ്മയുടെ അവിടുന്ന് ഇറങ്ങിയാൽ ഒരു രത്നക്കോട്ട, അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലമുണ്ട് ഇടയ്ക്ക്. അത് കഴിഞ്ഞാൽ സ്വർണമയമായ കോട്ടയാണ്. ഈ രത്നമയമായ കോട്ടയുടെയും സ്വർണമയമായ കോട്ടയുടെയും ഇടയ്ക്കുള്ള ഒരു വനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ലളിതോപാഖ്യാനത്തില്. മഹാപത്മാടവി എന്ന് പറയുന്നത് പത്മാടവിയാണ്. അവിടെ മുഴുവൻ താമരകളാണ്. നമ്മളിപ്പോ കാണുന്ന ചെറിയ കുളത്തിലൊക്കെ വളരുന്ന സാക്ഷാൽ വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാലക്ഷ്മി കൈ സൂക്ഷിക്കുന്ന മഹാവിഷ്ണുവിന്റെ ഭൂഷണ ആയുധം തന്നെയായിട്ടുള്ള താമര, അത് അവിടുത്തെ താമര, അവിടെ മുഴുവൻ താമരപ്പൂക്കളാ. അല്ല, അവിടെ മഹാപത്മാടവി സംസ്ഥ, മഹാപത്മമാണ്. അപ്പൊ സാധാരണ പത്മമല്ല എന്നർത്ഥം. വലിയ പത്മമാണ്. ആ മഹാപത്മം എന്ന് പറയുന്ന അടവി ഈ രത്നമയമായ കോട്ടയ്ക്കും സ്വർണമയമായ കോട്ടയ്ക്കും ഇടയ്ക്കാണെന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും, എത്ര ഏക്കർ ഉണ്ടാവും എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചാൽ എന്നൊക്കെ അറിയാം. അതിന്റെ ഒരു ഗഹനത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ത്രിലക്ഷ വിസ്താരം എന്നാണ്. ത്രിലക്ഷ യോജന വിസ്താരം. ത്രിലക്ഷ യോജനായാം മഹാപത്മാവനാവൃതേ രുദ്രയാവളം. 3 ലക്ഷം യോജനയാണ് ആ കാടിന്റെ വിസ്തീർണം. അതിന്റെ വ്യാപനം അത്രയുണ്ട്. ഒരു യോജന എന്ന് വെച്ചാൽ പല അഭിപ്രായങ്ങളാണ്. പണ്ടത്തെ വേദഗണിതാണ് യോജന എന്ന് പറയുന്നത്. അതിനെ കൃത്യമായിട്ട് പറയുന്ന പലരും പറഞ്ഞു അവസാനം ഇന്നതാണെന്നൊക്കെ ഒരു തീരുമാനമൊക്കെ ഇപ്പൊ ആയിട്ടുണ്ട്. എന്താണ്? 9 മൈൽ 13 കിലോമീറ്റർ ആണ് ഒരു യോജന. പിന്നെ 6 മൈൽ എന്ന് പറയുന്നവരുണ്ട്, 7 എന്ന് പറയുന്ന കുറെ. ഇപ്പൊ നെറ്റിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ പല വെർഷനാണ്. ഇതില് കൃത്യമായിട്ട് അറിയണമെങ്കിൽ പണ്ടത്തെ കണക്കറിയാവുന്ന ആരുടെ ഒരു യോജനയ്ക്ക് എന്തായിരുന്നു അതൊക്കെ നിങ്ങൾ അന്വേഷിക്കാം. കുറച്ച് നമ്മളും കൂടെ അന്വേഷിക്കണം. ഇത് അറിഞ്ഞു വെച്ചിട്ട് ഈ അമ്മയെ അറിയൊന്നുമില്ല. നമ്മൾ ആ സ്ഥലത്തെ കുറിച്ചുള്ള ഒരു ഗൗരവം മനസ്സിലാക്കാനാണ്. അപ്പോ ശരിക്ക് 9.13 എന്ന് പറയുമ്പോൾ 9.13 ഇൻറ്റു 3 ലക്ഷം. അപ്പൊ എത്രയായി? അത്രയും വിസ്തീർണത്തിലാണ്, അത്രയും വ്യാപിച്ച് കിടക്കാണ് ഈ മഹാപത്മാടവി. അപ്പൊ മറ്റതൊക്കെ എത്ര ഉണ്ടാവും? അത് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക്
പത്മം താമര എന്നുവെച്ചാൽ പങ്കജം എന്നാണ് നമ്മൾ പഠിച്ചത്. അല്ലെങ്കിൽ വാരിജം, ജലജം എന്നാ മണ്ണില് കുളത്തിന്റെ തടാകത്തിന്റെ അടിയിലുള്ള മണ്ണിൽ വളരുകയും ജലത്തിലൂടെ പൊങ്ങി വരികയും ജലത്തിന് മുകളിൽ പൂവിടുകയും ചെയ്യുന്ന ഭുവസ്വ എന്ന് പറയുന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ശരീരം പോലെയാണ് താമര. അതാണ് താമരയുടെ വിശേഷം. താമര എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, മൂന്നിനും ശരി ഉത്തരം കിട്ടും. മണ്ണിലാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, വെള്ളത്തിലാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, അല്ലെങ്കിൽ ആ വെള്ളത്തിന് മീതെയാണെന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ ഭൂഭുവസ്വ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയല്ല ഇവിടെ. ഇവിടെ ജലപത്മങ്ങളല്ല, ഇവിടെ സ്ഥലപത്മങ്ങളാണ്. സ്ഥലത്ത് പത്മം ഉണ്ടാവും. ഇപ്പോഴൊക്കെ പല സ്ഥലങ്ങളിൽ ഇപ്പോ സഹസ്രതല പത്മം വിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതൊക്കെ വെള്ളത്തിലായിരിക്കാം, ഞാൻ പോയി കണ്ടിട്ടില്ല. എന്തായാലും സ്ഥലത്താണ്, മണ്ണിൽ. അവിടെ മണ്ണാണോ ഈ ശ്രീമത് നഗരത്തിൽ നമുക്കറിയില്ല. ജലമല്ല, കാരണം പിന്നീട് പറയുന്നുണ്ട് സമുദ്രത്തെ സുധാസാഗര മധ്യസ്ഥ എന്ന് പിന്നെ പറയുന്നുണ്ട്. അപ്പൊ സാഗരല്ല, തോടൊന്നുമല്ല, ഇത് സ്ഥലപത്മത്തിനാണ് മഹാപത്മം എന്ന് പറയുന്നത്. ആ മഹാപത്മം എങ്ങനെയാണ് എന്ന് ലളിതോപാഖ്യാനം വിസ്തരിക്കുന്നുണ്ട്. അതിന്റെ തണ്ട്, പത്മത്തിന്റെ താമരയുടെ അടിയിൽ ഒരു തണ്ട് ഉണ്ടാവുമല്ലോ, ആ തണ്ടിന് 1 യോജന വിസ്താരാണ്. ഏകദേശം 9 മൈൽ നീളമുണ്ട് അതിന്റെ തണ്ടിന്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ കണക്കൊന്നുമില്ല അവിടുത്തെ കണക്ക്. ഇതൊക്കെ നമ്മൾ ഋഷിമാരത് കണ്ടിട്ട് എഴുതി വെച്ചത് അത്യാവശ്യം പറയാന്നല്ലാതെ ഇതാണോ കൃത്യമായ കണക്കെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. 1 യോജന വിസ്താരമുണ്ട് അതിന്റെ തണ്ടിന്. സാധാരണ താമരയ്ക്കൊക്കെ മുള്ളൊന്നുമില്ല അല്ലെ? ഇപ്പൊ റോസാപ്പൂവിനൊക്കെയാണ് മുള്ളുണ്ട്, താമരയ്ക്ക് മുള്ളില്ല. പക്ഷെ സ്ഥലപത്മത്തിന് അനേകം മുള്ളുകളുണ്ട് തണ്ടില്. പക്ഷെ എല്ലാം വളരെ 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 മാർദ്ദവം നിറഞ്ഞതാണ്, വേദന എടുക്കില്ല. അതിന് ഇലയുണ്ടല്ലോ, ഇല വെച്ചാൽ താമരയില, ഇതളല്ല. താമരയുടെ തൊട്ട് മുമ്പ്, താമര ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ താമരയൊക്കെ വരയ്ക്കുമ്പോൾ അറിയാം, താമര കണ്ടിട്ടുള്ളവർക്കറിയാം, ജലത്തിൽ ഇങ്ങനെ പൊങ്ങി പതിഞ്ഞ് കിടക്കും. അതിന്റെ ഇല എത്ര വലിപ്പം ഉണ്ടെന്ന് വെച്ചാൽ 10 കരിമ്പനയുടെ വലിപ്പം ഉണ്ടെന്ന്. ഒരു കരിമ്പനാന്നായിരിക്കില്ല, കരിമ്പനയുടെ ഇലയാണ്. ഒരു പന, ഒരു കരിമ്പനയുടെ ഒരു ഇല എടുത്താൽ എത്രയുണ്ട്? അത് വലിയ ഇലയാണ്, കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു 10 കരിമ്പനയുടെ വലിപ്പം ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു പത്മത്തിന്റെ ഒരിലയായി. അങ്ങനെ അനേക ഇലകൾ. പിന്നെ അതിന്റെ എതള്, ആ മഹാപത്മത്തിന്റെ എതള് എന്ന് പറഞ്ഞാൽ ഓരോ എതളിനും 5 കരിമ്പനയുടെ വിസ്തീർണം ഉണ്ടെന്നാണ്. ഞാൻ ഇത് പറയാൻ കാരണം ലളിതോപാഖ്യാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ട് പറഞ്ഞു തരാം. അടുത്തത് പഠിച്ചില്ലെങ്കിൽ അബദ്ധമൊന്നുമില്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ, ദേവിയുടെ ചിന്താമണി ഗ്രഹം നമ്മൾ ശരിക്കൊന്നും കണ്ടിട്ടില്ല. അമ്മ ഇരിക്കുന്ന പഞ്ചബ്രഹ്മാസനം എന്ന് പറഞ്ഞാൽ അതിനെ വിസ്തരിക്കാൻ പോയാൽ ബ്രഹ്മാവ് ആരാണ്, വിഷ്ണു ആരാണ്, രുദ്രൻ ആരാണ്, ഈശ്വരൻ ആരാണ്, സദാശിവൻ ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ എത്ര ജന്മം എടുക്കും. അങ്ങനെയുള്ള ആ ശ്രീമത്തായിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന അമ്മയുടെ ഗ്രഹമാണെങ്കിൽ ചിന്താമണി ഗ്രഹമാണ്. അതിൽ ഓരോ സ്ഥലത്തെക്കുറിച്ചും ഓരോ തൂണിനെ കുറിച്ചും ഓരോ കൊത്തുപണികളെ കുറിച്ചും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്താമണി ഗ്രഹം അതിന്റെ വിസ്തീർണം അത്രയും വലിയ വിസ്തീർണമാണ്. അങ്ങനെയുള്ളതിന്റെ അതിരിക്കുന്നത് ശ്രീമത് നഗരത്തിലാണ്. അത് ആദ്യത്തെ മതില് എന്ന് പറയുന്നത് രക്തനിർമ്മിതമായ കോട്ടയാണ്. ചക്രവർത്തിയാകുമ്പോൾ എല്ലാം കോട്ടകളാണ്. ആ രക്തമയമായ കോട്ട കഴിഞ്ഞാൽ പിന്നെ വരാൻ പോണത് സ്വർണമയമായ മറ്റൊരു മതിൽക്കെട്ടാണ്. അതിന്റെ ഇടയിലാണ്. അപ്പൊ മഹാപത്മത്തിന്റെ തൊട്ടടുത്തുള്ള ഏറ്റവും പവിത്രമായ സ്ഥലം എന്ന് വെച്ചാൽ സ്ഥലപത്മങ്ങൾ. ഇത്രയും ഈ പറയുന്ന 10 കരിമ്പനയുടെ നീളമുള്ള തണ്ടോടുകൂടി. അപ്പൊ ഇങ്ങനെ എത്ര പൊക്കമായിരിക്കും അതിന് അല്ലെ? താമരയൊക്കെ നമുക്ക് എത്ര ചെറുതായിട്ടാണ്. 10 കരിമ്പനയുടെ നീളമുള്ള തണ്ടിൽ മാർദ്ദവമുള്ള മുള്ളുകളാൽ ഏകദേശം ഒരു യോജന വിസ്താരമാണ്. 13 മൈലോളം വിസ്താരമുള്ള തണ്ടും 10 യോജന 10 കരിമ്പനയുടെ വിസ്തീർണമുള്ള ഇലകളും 5 കരിമ്പനയുടെ
വിസ്തീർണമുള്ള ഇതളുകളുമായിട്ട് സുഗന്ധത്തോട്, വളരെ സുഗന്ധത്തോട് കൂടിയിട്ടാണ്. നമ്മുടെ താമരയ്ക്ക് സുഗന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ദുർഗന്ധം ഇല്ല എന്ന് പറയാനേ പറ്റും. റോസാപ്പൂവിനെ പോലെ മറ്റു പൂക്കളെ പോലെ സുഗന്ധം ഇല്ല, പക്ഷെ പൂക്കളുടെ രാജാവാണ്, അത്രയും മനോഹാരിതയാണ്. പക്ഷെ സുഗന്ധമില്ല. പക്ഷെ അവിടുത്തെ മഹാപത്മത്തിന് അതീവ സുഗന്ധമാണത്രേ. അതുകൊണ്ട് അമ്മയുടെ ആ ചിന്താമണി ഗ്രഹത്തിലേക്ക് പോകാനുള്ള ആ കോട്ടയിൽ എത്തുമ്പോഴത്തേക്കും എത്ര സുഗന്ധമായിരിക്കും. അങ്ങനെയുള്ള ആ മഹാപത്മ അടവിക്ക്, ആ കാടിന് 3 ലക്ഷം യോജന വിസ്താരമുണ്ട്. എത്ര പത്മം ഉണ്ടാവും, കോടാനുകോടി പത്മങ്ങൾ നിറഞ്ഞു നിൽക്കുക. അങ്ങനെയുള്ള മഹാപത്മാടവിയിലാണ് അമ്മ ഇരിക്കുന്നത്. മഹാപത്മാടവി കഴിഞ്ഞാൽ രത്നക്കോട്ടയായി, അത് കഴിഞ്ഞാൽ ചിന്താമണി ഗൃഹമായി. ആ മഹാപത്മാടവിയിൽ സംസ്ഥാനം ചെയ്യുന്ന അമ്മയ്ക്കാണ് മഹാപത്മാടവി സംസ്ഥ എന്ന് 23-ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞു വെച്ചത്. എന്നാൽ ഈ മഹാപത്മാടവി നമ്മൾ മറ്റത് കണ്ടതുപോലെ അവനവന്റെ ഉള്ളിലെ ചിന്തകളാകുന്ന മണികളാൽ തീർത്തിട്ടുള്ള ഗൃഹത്തിലിരിക്കുന്ന അമ്മ പഞ്ചബ്രഹ്മാസന ഭാവത്തിലുള്ള സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നുള്ള ആ ഭാവത്തില് എവിടെയാണോ ഉള്ളത് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിന്റെ നടുക്കാണ് ഇരിക്കുന്ന അമ്മ. ആ മോക്ഷം തരാനായിട്ടുള്ള ആ സദാശിവ മഞ്ചത്തിലാണ് അമ്മ ഇരിപ്പ്. ആ സദാശിവനിലേക്ക് എത്തണമെങ്കിൽ സൃഷ്ടി ഉണ്ടാവണം, സ്ഥിതി ഉണ്ടാവണം, സംഹാരം ഉണ്ടാവണം. എന്നിട്ട് ഇനി തിരിച്ചു വരില്ല എന്നുള്ള തിരോധാന സങ്കല്പം കൂടെ വന്നാലാണ് സദാശിവ ഭാവത്തിലേക്ക് എത്തും. അതിന്റെ മുകളിലാണ്, ആ മോക്ഷവിദ്യയിലാണ് അമ്മ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയാണ് മഹാപത്മാടവീ സംസ്ഥ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രത്തിലൊക്കെ ഒരുപാട് പറയാറുണ്ട്. സൃഷ്ടിന്യാസം, സ്ഥിതിന്യാസം, സംഹാരന്യാസം എന്നൊക്കെ പറഞ്ഞ് തന്ത്രത്തിലെ ന്യാസങ്ങൾ കുറെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എങ്കിൽ ഈ മൂലാധാരം തൊട്ട് സ്വാധിഷ്ഠാനം, മണിപൂരകം, അല്ലെ, പാദം തൊട്ട് അരക്കെട്ട് വരെയും, അരക്കെട്ട് മുതൽ കണ്ഠം വരെയും, കണ്ഠം തൊട്ട് സഹസ്രാരം വരെയും അങ്ങനെ ചിന്തിച്ചാൽ അതൊക്കെയാണ് ഇവിടെ ഈ രത്നക്കോട്ട, സ്വർണ്ണക്കോട്ട എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് ഇതുമായിട്ട് പറയാനുണ്ട്. പക്ഷെ ക്ലാസ് വേറെ രീതിയിൽ പോകും. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് സഹസ്രദള പത്മസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1000 ദളങ്ങളുള്ള പത്മത്തിലാണ് അമ്മ ഇരിക്കുന്നത്. എവിടെ? സഹസ്രദളം എന്ന് പറയും, സഹസ്രാരം, ആരം, പൂർത്ത സ്ഥലം എന്നാണ്. ഈ മഹാപത്മാടവിയില് ഈ സഹസ്രദള പത്മത്തിൽ ചിന്തകളുടെ പരിപൂർണമായിട്ടുള്ള മധ്യത്തിൽ, ആ ചിന്തയുടെ സ്ഥാനം എവിടെയാണ്? നമ്മുടെ തലച്ചോറാണ്. ആ ചിന്താമണി എവിടെ ഇരിക്കണേ? 1000 ദളങ്ങളുള്ള സഹസ്രദള പത്മത്തിന്റെ മധ്യത്തിൽ ചിന്താസ്ഥാനമായ മനസ്സിന്റെ ഉള്ളിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നുള്ള രീതിയിലുള്ള ഒരു ജന്മത്തിന്റെ സമ്പൂർണ്ണ ഭാവത്തിന്റെ മുകളിൽ മോക്ഷം തരാൻ വേണ്ടി അമ്മ ഇരിക്കുന്നു പറഞ്ഞാൽ മഹാപത്മാടവി എന്ന് പറഞ്ഞാൽ സഹസ്രദള പത്മാണ് എന്ന് മനസ്സിലാക്കണം. അത് എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ സഹസ്രാരത്തെ കുറിച്ചും മൂലാധാരത്തെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതാവുമ്പോ ഇവിടെ 1000 ദളമുണ്ട്. എന്നാല് മൂലാധാരത്തിന് 4 ദളേ ഉള്ളൂ, സ്വാധിഷ്ഠാനത്തിന് 6 ദളേ ഉള്ളൂ, മണിപൂരകത്തിന് 10, അനാഹതത്തിന് 12, വിശുദ്ധിക്ക് 16. എന്നാൽ ആജ്ഞയിലേക്ക് എത്തുമ്പോ 2 ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പുഷ്പിക്കാണ്. എങ്ങനെയാണ്? 1000 ദളങ്ങളാണെന്നാണ്. ആ 1000 ദളങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളാൽ തീർത്ത മനസ്സിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ, അതിന്റെ ബിന്ദുസ്ഥാനത്ത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്ന് പറയുന്ന മോക്ഷഭാവത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അതിന്റെ മുഴുവനും മുകളിലായിട്ട് ശ്രീമത്തായിരിക്കുന്ന സിംഹത്തിന്റെ പുറത്ത്, അങ്ങനെയല്ലേ അമ്മ ഇറങ്ങി വരുമ്പോ സിംഹത്തിന്റെ പുറത്താണ്, അല്ലെ? ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ സിംഹവാഹിനിയാണ് അമ്മ, കുട്ടിക്ക് സിംഹമാണ്. എന്നാൽ തിരിച്ചിലേക്കുമ്പോ ഹംസവാഹനം, ഹംസി, പെണ്ണരയണ്ണമാവും. ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള അവിടെ അങ്ങനെയുള്ള ശ്രീമത്തായ സിംഹാസനത്തിന്റെ ഈശ്വരിയായി സഹസ്രദള പത്മത്തിന്റെ എല്ലാത്തിന്റെയും ഇത് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ മൂലാധാരം എന്ന് അളക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രപഞ്ചത്തിന്റെ
ഖരഭാവം മുഴുവൻ പെട്ട് കഴിയും. സ്വാധിഷ്ഠാനത്തിൽ കിടക്കുമ്പോഴത്തേക്കും മറ്റൊരു അങ്ങനെ പഞ്ചതത്വങ്ങളും അതിൽ പെടും. അങ്ങനെയുള്ള സഹസ്രതല പത്മത്തിന്റെ മധ്യത്തിലുള്ള ശ്രീമത്തായിരിക്കുന്ന സിംഹഭാവത്തിൽ അത്രയും ഉയർന്ന ഭാവത്തിൽ ഈ പറയുന്ന പഞ്ചകൃത്യങ്ങൾ ചെയ്ത് ചിന്തകളെ നയിച്ചുകൊണ്ട് മോക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ശ്രീ മാതാവായിട്ട് ഇരിക്കുന്നു എന്ന് ചിന്തിച്ചാലാണ് ഈ ചിന്താമണി ഗ്രഹം എവിടെയാണ് എന്ന് അന്വേഷിച്ചാൽ പുറത്തേക്ക് പോയാൽ കിട്ടില്ല. പക്ഷെ ഈ പറയുന്നതെല്ലാം മിഥ്യയാണെന്നാണ്, ഇല്ലാത്തതെന്നല്ല, ഉള്ളതായി തോന്നുന്നതാണ്. അപ്പൊ അതിനെ ശരി സാക്ഷാത്കരിക്കാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഋഷീശ്വരന്മാര് വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ആ പ്രദേശങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് വശിന്യാദി വാഗ്ദേവതമാര് തന്നെ എഴുതുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ വയ്യ. ഞാനിവിടെ ഇരിക്കുന്നു, നിങ്ങളിത് കേൾക്കുന്നു. ഒരു 10-25 വർഷം മുമ്പ് എങ്ങനെ നടക്കുമോ ഓൺലൈൻ മീറ്റിംഗ്? ഇപ്പൊ നടക്കുന്നു. അതുപോലെ നമുക്ക് ഇല്ല എന്ന് പറയുന്നതൊക്കെ എന്തൊക്കെ സംഭവിച്ചു. ഞാനിവിടെ ഇരിക്കുന്നു, നിങ്ങൾ എവിടേക്കോ ഇരിക്കുന്നു. അതുപോലെ ഇതിന്റെയൊക്കെ അപ്പുറം സാക്ഷാൽ മഹാവിഷ്ണു പള്ളി കൊള്ളുന്ന 1000 ഭണങ്ങളുള്ള അനന്തന്റെ 1000 ഭണങ്ങളിൽ ഏതോ ഒരു ഭണത്തിൽ ഇരിക്കുന്ന ഒരു കടുക് മണിയാണ് ഈ ഭൂമി. അതിനുള്ളിലാണ് നമ്മൾ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ കടുക് മണി കഴിഞ്ഞാൽ ആ അനന്തനെ ആർക്ക് അളക്കാൻ പറ്റും? ആ അനന്തൻ ശയിക്കുന്ന അനന്ത തൽപ്പത്തെ, അതിൽ ഇരിക്കുന്ന വിഷ്ണുവിനെ. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൽ വിശ്വസ്മയി നവ വിശ്വം വിഷ്ണു വഷത്കാരം എന്ന് പറയാൻ കാരണം. അപ്പൊ അതത്രയും. അപ്പൊ ഇതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഉണ്ട് എന്നോട് വിചാരിച്ചിട്ട് ശരിക്കും സങ്കല്പിച്ചാൽ ഉണ്ടാവും. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ള ഋഷീശ്വരന്മാര്, വശിന്യാദി വാഗ്ദേവതലമാകുന്ന ഋഷിമാര് എഴുതി വച്ചതാണ്. ചിന്താമണി ഗൃഹാന്തസ്ഥയാണ്. അതുപോലെ മഹാപത്മാടവിയിലാണ് അമ്മ ഇരിക്കുന്നത്. അതിന് സ്ഥൂലഭാവം നമുക്ക് പൂർണ്ണമായിട്ടും പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റും. അതിന്റെ സൂക്ഷ്മഭാവത്തിലേക്ക് പോകണമെങ്കിൽ അത് ഉപാസന കൊണ്ട് മാത്രമേ പോകാൻ പറ്റൂ. അങ്ങനെയുള്ള അമ്മ കദംബ വനവാസിനി, കദംബ വനത്തിലാണ് അമ്മയുടെ ഇരിപ്പ്. മറ്റത് അടവിയാണ്, അതും കാട് എന്ന് പറയാം. ഇത് വനം, രണ്ടും ഒന്ന് തന്നെയാണ്. എന്നാലും ചിന്താമണി ഗൃഹത്തിന് ചുറ്റും രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മണിമണ്ഡപം. അത് ചെറുതായിട്ട് ഇവിടെ സൂചിപ്പിച്ച് ഞാനത് വായിച്ചു. അതിനെ ചുറ്റി ഈ മണിമണ്ഡപം ഉണ്ടല്ലോ, അത് അമ്മ ഇരിക്കുന്നത് ചിന്താമണി ഗൃഹം, അതിന് ചുറ്റും മണിമണ്ഡപമുണ്ട്. ശബരിമല കണ്ടെന്ന് പറയും മണിമണ്ഡപം, മണികളാൽ തീർത്ത മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിനെ ചുറ്റിട്ട് കൽപ്പകവൃക്ഷം എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണോ നമ്മൾ സങ്കല്പിക്കുന്ന ആ വൃക്ഷത്തിന്റെ ചുവട്ട് സങ്കല്പിച്ചാൽ അപ്പൊ തന്നെ സംഭവിക്കുന്നു പറഞ്ഞ ആ കൽപ്പക വൃക്ഷത്തിന്റെ ഇനത്തിൽപ്പെട്ടതായ കദംബ വൃക്ഷങ്ങൾ, പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന കദംബ വൃക്ഷങ്ങളാൽ ചുറ്റിപ്പെട്ട ഒരു വനമുണ്ട് എന്ന് പറയും. കദംബത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. കദംബ മഞ്ജരി ക്ലുപ്ത കർണ പൂര മനോഹര. അമ്മയുടെ ആ കർണം, ഈ ഭാഗം ഇങ്ങനെ പൂരിപ്പിച്ച് മനോഹരമാക്കി വെച്ചിരുന്ന കദംബ മഞ്ച്, കദംബിൻ പൂക്കളുടെ പൂക്കുലയാണ്. ഒരു കദംബിൻ പൂവല്ല, മഞ്ചരിയാണ്. അപ്പൊ കദംബിൻ പൂക്കുലയെ കൊണ്ട് അലങ്കരിച്ച അമ്മയുടെ കർണഭാരത്തെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. അത് ഇവിടുന്ന് പറിച്ചതാണ്. നമ്മൾ ഇപ്പോ നെറ്റിലോ അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഏതെങ്കിലും കദംബൊക്കെ ഒരുപാട് വീടുകളിലുണ്ട്. അതാണോ അവിടുത്തെ കദംബം എന്നറിയില്ല. പിന്നെ എന്താണ് കദംബം എന്ന് വെച്ചാൽ അർത്ഥമൊക്കെ വേറെ ഉണ്ടാവുക. അപ്പൊ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോ ഇതൊരു വനമാണ്. അങ്ങനെയുള്ള വനത്തില് നമ്മൾ അന്ന് കണ്ട അത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ കദംബിൻ പൂക്കുലകളാൽ നിറഞ്ഞ മഞ്ഞ നിറത്തില് വളരെ മനോഹരമായിട്ടുള്ള വനമാണ്. എവിടെയാണ്? ചിന്താമണി ഗൃഹം കഴിഞ്ഞ് മണിമണ്ഡപത്തിന് കഴിഞ്ഞിട്ട് തൊട്ട് പുറത്ത്. അതിന് ശേഷമാണ് പത്മാടവി ഉള്ളത്. അപ്പൊ കദംബ വനവാസിനി പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ അവ ഇരിക്കുകയല്ല, മഹാപത്മാടവിയിലാണ് അമ്മയുടെ ഇരിപ്പ് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് രഹസ്യം. ആ സഹസ്രതല പത്മത്തിന്റെ നടുക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ചുറ്റും കദംബ വനമുണ്ട്. അതായത് ഈ സഹസ്രാരത്തിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. ആ കദംബ വനം എന്ന് പറയുന്നത് അമ്മയുടെ ചിന്താമണി ഗ്രഹം കഴിഞ്ഞ് മണിമണ്ഡപം എന്ന് പറയുന്ന മണ്ഡപത്തിന് ചുറ്റു പുറത്തായിട്ട്
കദംബവനമുണ്ട്. ഇത് വ്യക്തമായിട്ട് പറയുന്ന ഭൈരവയാവളം എന്നുള്ളത് അപ്പുറത്തില്ല. ഇതെന്താണ് ഈ കദംബവനം എന്ന് പറയുന്നത്? ശ്രീചക്രം എന്ന് പറയുന്നത് കേട്ടു. 5 ശക്തി ത്രികോണമുണ്ട്, അതിൽ 5 യോനികൾ വരും. അത് കഴിഞ്ഞ് സുധാസിന്ധു എന്ന് പറയുന്ന മധ്യം. ശ്രീചക്രത്തിലെ 5 ശക്തി ത്രികോണങ്ങളും അതിലുണ്ടാവുന്ന 5 യോനികളും ബിന്ദുവും ചേർന്നതാണ്. അപ്പൊ നമ്മൾ സഹസ്രതല പത്മം എന്ന് മൊത്തത്തിൽ പറഞ്ഞു, മഹാപത്മാടവി സംസ്ഥാൻ. അതിന്റെ ഉള്ളിലായിട്ട് ഈ ശ്രീചക്രം താഴേന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ബിന്ദു ഇവിടെയാണ് ഏറ്റവും മുകളിലെ സ്ഥലം. അത് കഴിഞ്ഞിട്ടുള്ള താഴോട്ട് 5 ശക്തി ത്രികോണങ്ങളെ താഴോട്ട് ചിന്തിച്ചാൽ ആ 5 ശക്തി ത്രികോണങ്ങളും അതിനുശേഷം ആ 5 ശക്തി ത്രികോണങ്ങളേക്ക് ഉണ്ടായിട്ടുള്ള യോനികളും ആ യോനിയുടെ സഹസ്രതല മധ്യസ്ഥാനവും കൂടെ ചേർന്നതിനെയാണ് കദംബവനം എന്ന് പറയുന്നത് എന്നൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കും. ഇവിടിപ്പോ അങ്ങനെയൊന്നും പറയല്ല. അമ്മ ഏതോ ഈ കോടാനുകൂടി ബ്രഹ്മാണ്ടങ്ങൾക്കും അപ്പുറം ഈ പറയുന്ന 25 കോട്ടകൾ കഴിഞ്ഞ് 9 കോട്ടകൾ കഴിഞ്ഞ് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് വരുമ്പോ ഒരു വെള്ളിയുടെ കോട്ടയുണ്ട്, അത് കഴിഞ്ഞ് സ്വർണത്തിന്റെ കോട്ടയുണ്ട്, പിന്നെ രക്തത്തിന്റെ കോട്ടയുണ്ട്. ആ സ്വർണത്തിന്റെയും രക്തത്തിന്റെയും കോട്ടയുടെ ഇടയിലാണ് മഹാപത്മ അടവിയുള്ളത്. വലിയ 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 സ്ഥലപത്മങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അടവിയുള്ളത്. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ അമ്മയുടെ ചിന്താമണി ഗൃഹത്തിന് തൊട്ട് പുറത്തായിട്ടുള്ള മണിമണ്ഡപത്തിന്റെ ശേഷം നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് കദംബവനമാണ്. കദംബൻ പൂക്കളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കദംബവനം. അത് കഴിഞ്ഞിട്ടാണ് മണിമണ്ഡപം കഴിഞ്ഞിട്ടാണ് ചിന്താമണി ഗ്രഹം. അത് അതീവ മനോഹരമാണ്. ആ ചിന്താമണി ഗ്രഹത്തിന്റെ അന്തത്തിൽ ഉള്ളിലായിട്ട്, പുറത്തൊന്നുമല്ല, പഞ്ചബ്രഹ്മാസനസ്ഥിതിയായിട്ട് അമ്മ ഇരിക്കുന്നു. ഇവിടെ പറയുന്നു ബിന്ദുസ്ഥാനം സുധാസിന്ധു പഞ്ചയോന്യ സുരദ്രുമാം തത്രൈവ നീപശ്രേണീച തന്മധ്യേ മണിമണ്ഡപം കനകരചത പ്രാകാര മധ്യഭൂമി സപ്തയോജനോന്നത്തം കദംബവൃക്ഷാസന്തി. ബ്രഹ്മാണ്ഡ പുരാണത്തിലൊക്കെ ഇത് പറയുന്നുണ്ട്. തയോർമധ്യമഹി പ്രോക്ത കദംബ തരുവാടിക. ബ്രഹ്മാണ്ഡ പുരാണം ഇത് പറയാൻ കാരണം ഇതാണ്. അപ്പൊ നമ്മളിപ്പോ അമ്മയെ കുറിച്ച് എവിടെ കണ്ടു? നമ്മള് അമ്മയുടെ കരാളി മന്ദഗമന മഹാലാവണ്യശേവതി സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത എന്നപ്പോ സർവാഭരണഭൂഷിതയായ അമ്മയെ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങ് തുടങ്ങി. എങ്ങനെയാണ് അമ്മ എവിടെയാണ് ഇരിക്കുന്നത് അല്ലേ? സർവാരുണ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ അതുല്യത, അനവദ്യാംഗി, സർവാഭരണഭൂഷിത. എന്നിട്ടോ അങ്ങനെയുള്ള അമ്മ ശിവകാമേശ്വര അംഗസ്ഥയായി ശിവയായിട്ടിരിക്കുന്നു അല്ലെ? ഭർത്താവിനെ സമ്പൂർണമായും തന്റെ സ്വാധീനത്തിലാക്കിക്കൊണ്ട് ശിവ എന്ന പേരില് ശിവന്റെ പകുതി ശരീരവും കൂടെ ഉപാസനയിലൂടെ നേടിക്കൊണ്ട് ആ കാമേശ്വരന്റെ മടിയില് സ്വാധീന വല്ലഭയായിട്ട് അമ്മ ഇരിക്കുന്നു എന്ന് അതിന്റെ ഒരു സമഷ്ടി ഭാവം നമ്മൾ കണ്ടു. ശിവ സ്വാധീന വല്ലഭ. പിന്നെയാണ് പറഞ്ഞത് സുമേരു എന്ന് പറയുന്ന ശൃംഗത്തിന്റെ മധ്യത്തിൽ ഒരു കൊടി കൂടി ഉണ്ട്. വൈകുണ്ഠം, കൈലാസം, അതുപോലെ തന്നെ സത്യലോകം, വൈകുണ്ഠം, കൈലാസം എന്ന് പറയുന്ന 3 ലോകങ്ങളുടെ നടുക്കായിട്ട് ആ ത്രികോണത്തിന്റെ മധ്യത്തിലായിട്ട് ഒരു ശൃംഗത്തില് ഒരു ശ്രീമത്തായിരിക്കുന്ന നഗരമുണ്ട്. ശ്രീമൻ നഗരം എന്നാണ്, ശ്രീപുരം എന്നാണ് അതിന്റെ പേര്. അതിനുള്ളിൽ ചിന്താമണി എന്ന് പറയുന്ന ഗൃഹത്തിലാണ് അമ്മ ഇരിക്കുന്നത്. അവിടെ അമ്മ പഞ്ചബ്രഹ്മാസനസ്ഥിതയായിട്ടിരിക്കുകയാണ്. ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. അത് എവിടെയാണ്? അത് മഹാപത്മാടവിയുടെ നടുക്കാണ്. മഹാപത്മാടവി എന്ന് വെച്ചാൽ ആ ചിന്താമണി ഗ്രഹം കഴിഞ്ഞിട്ടുള്ള സ്വർണ്ണക്കോട്ട കഴിഞ്ഞ് രത്നക്കോട്ട കഴിഞ്ഞ് സ്വർണ്ണക്കോട്ടയുടെ ഇടയില് ഏതാണ്ട് 3 ലക്ഷം യോജന വിസ്താരത്തിൽ. ഒരു യോജന വെച്ചാൽ 13 മൈൽ അല്ല 9 മൈൽ 13 കിലോമീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അതിനെ 3 ലക്ഷം കൊണ്ട് ഗുണിച്ചു നോക്കി അത്രയും വിസ്താരത്തില് സ്ഥലത്ത് തന്നെ ഉണ്ടാവുന്ന ഏകദേശം 10 കരിമ്പനുകളുടെ നീളമുള്ള തണ്ടുകളോടുകൂടി മാർദ്ദവമായ അനേകം മുള്ളുകളുള്ള
ഏതാണ്ട് 5 കരിമ്പനയുടെ വിസ്താരമുള്ള ഇതളുകളോടുകൂടി ഒരു വനമായിട്ട് അടവിയായിട്ട് അങ്ങനെ വിലസിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയാണ് രത്നക്കോട്ട. ആ രത്നക്കോട്ടയ്ക്കും മണിമണ്ഡപത്തിനും ഇടയ്ക്കായിട്ട് കദംബ വൃക്ഷങ്ങൾ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന ഒരു വനമുണ്ട്. അതിന് കദംബ വനം. അപ്പൊ അങ്ങനെ സ്വർണക്കോട്ട, മഹാപത്മാടവി, രത്നക്കോട്ട, കദംബവനം, ചിന്താമണി ഗ്രഹം മണിമണ്ഡപം, ചിന്താമണി ഗ്രഹം, പഞ്ചബ്രഹ്മാസനം, അതില് ശ്രീമാതാവായിട്ട് ശ്രീ മഹാരാജ്ഞിയായിട്ട് ശ്രീമത് സിംഹാസനേശ്വരി ഭാവത്തില് ശിവയായി ശിവകാമേശ്വരന്റെ മടിയിൽ ഇരുന്നുകൊണ്ട് ഭർത്താവിനെ സ്വാധീനിച്ചുകൊണ്ട് ശിവയായി വിളങ്ങുന്ന ശ്രീ മഹാരാജ്ഞി എന്നാണ് ഇതിന്റെ ഒരു റൂട്ട് മാപ്പ് എന്ന രീതിയിൽ പറയാൻ പറ്റും. ഇതിനെ ഓരോന്നും എടുത്തിട്ട് ഇപ്പൊ കദംബ വനവാസിനി എന്ന് എടുത്തിട്ട് മാത്രം അനേകം മണിക്കൂറുകളോടും പറയാൻ ബ്രഹ്മാണ്ഡ പുരാണത്തിലും ലളിതോപാഖ്യാനത്തിലും അനേകം യാമളങ്ങളിലും രാമനൊക്കെ പറയുന്നുണ്ട്, പല തന്ത്രങ്ങളിലും ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിരുന്നത് മുഖവുരയായിട്ട്. ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ സാധാരണ തലം, മനസ്സിന്റെ തലം മാറണം. മനസ്സ് എന്ന് പറയുന്നത് ഈ ആജ്ഞാചക്രത്തിന്റെ തൊട്ട് മുകളിലാണ് അതിന്റെ ഒരു സ്ഥാനം കൽപ്പിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായ അഹങ്കാരം, നമ്മൾ അഹങ്കാരി എന്ന് പറഞ്ഞ അഹങ്കാരമല്ല, അഹങ്കാരം എന്താന്ന് മനസ്സിലാവണം. പിന്നെ എന്താണ് ബുദ്ധി എന്ന് മനസ്സിലാവും. പിന്നെയാണ് അതിനെ നയിക്കുന്ന പ്രാണൻ എന്താണ്, പഞ്ചപ്രാണനും പ്രാണന്റെ വിസ്താരവും. ആ പ്രാണനെ ചലിപ്പിക്കുന്ന ജീവൻ ഏതാന്ന് മനസ്സിലാവുമ്പോഴാണ് തന്റെ സ്വാത്മാവിനെ കുറിച്ച് മനസ്സിലാവും. ഈ ജീവാത്മാവ് എവിടെ നിന്ന് വന്നു എന്ന് അത്രയും ചിന്തിക്കുമ്പോഴാണ് ആ ജീവാത്മാവിന് പരമാത്മാവാണ്, ഇതെല്ലാം ഞാൻ തന്നെയാണ്. അവസാനം അഹമിത്യേവ വിഭാവയേ മഹേഷി, അഹം മഹേഷി ഇതി വിഭാവേ, ഞാൻ തന്നെയാണ് കേട്ടോ ഈ ത്രിപുര സുന്ദരി എന്ന് തോന്നുന്നത്. അന്നേ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ ശരിക്കും പറയാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു രഹസ്യഭാവവും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. ഇനിയും അങ്ങോട്ട് പോകുമ്പോ ചില മന്ത്രങ്ങളില് പറയാവുന്നത്ര അതിന്റെ രഹസ്യഭാവം ഇത്രയും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും അന്വേഷിക്കാനുള്ള ത്വരവ്. ഇനി അത് കുറച്ചും കൂടെ പറയാനുണ്ടല്ലോ എന്ന് തോന്നിട്ട് ഗ്രന്ഥങ്ങളും അതിന്റെ നാമങ്ങളുടെ അക്ഷരങ്ങളൊക്കെ എടുത്തിട്ട് അത് എന്തെങ്കിലും വേറെ അർത്ഥങ്ങളുണ്ടോ എന്നൊക്കെ നിഘണ്ടുവൊക്കെ നോക്കി കണ്ടുപിടിക്കുമ്പോ നമുക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെയാണ് അർത്ഥം. അപ്പൊ അവനവനെ മനസ്സിലാക്കാനുള്ള 1000 രഹസ്യനാമങ്ങൾ ചേർന്ന സ്തോത്രമായതുകൊണ്ടാണ് രഹസ്യനാമ സ്തോത്രം. അപ്പൊ ആ അമ്മ നമ്മൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ ശരീരമാണ് മേരുചക്രം, അതിന് ബിന്ദുസ്ഥാനമാണ് അമ്മയുടെ ഇരിപ്പിടം. അത് കുറച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് കട്ടിയായി പോയെന്ന് അറിയില്ല, എനിക്കറിയാവുന്നത് ഞാനങ്ങനെ പരമാവധി ലളിതമാക്കിക്കൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. എന്തെങ്കിലും സംശയം ചോദിക്കാം. 10 മണിയായി, സംശയമില്ലെങ്കിൽ നിർത്താം. എന്തൊക്കെയോ കേട്ട പോലെ എവിടെയൊക്കെയോ പോയതുപോലെയൊക്കെ തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ ചിലരുടെ തലയിലും കൂടി ചെവിയിലൂടെ മൂക്കിലൂടെ പുക പോകുന്നുണ്ടാവും. ഇതിന് ആദ്യം ചെയ്യേണ്ട ബ്രഹ്മാണ്ഡ പുരാണം ഭക്തിയോടെ പ്രേമത്തോടെ വായിക്കുക, ഇല്ലെങ്കിൽ ലളിതോപാഖ്യാനം മാത്രം എടുത്ത് വായിക്കുക. ഒന്നും മനസ്സിലാവില്ല. ആദ്യം കുറെ പ്രാവശ്യങ്ങൾ വായിക്കുമ്പോൾ പല വാക്കുകളുടെ അർത്ഥം മനസ്സിലായി തുടങ്ങും. എന്നിട്ട് ധ്യാനിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു മഹാപത്മാടവിയും ഒരു കദംബ വനമൊക്കെ നമുക്ക് ഉണ്ടാക്കി, കോട്ടകളൊക്കെ ഉണ്ടാക്കി അതിന് നടുക്കിലേക്ക് ഇങ്ങനെ പോയി നമുക്ക് ചിന്തിക്കാവുന്ന തരത്തിലൊക്കെ രമ്യകർമ്മ്യമായ ചിന്താമണി ആ ഒരു ശ്രീമദ് നഗരമൊക്കെ ഒരുക്കി ചിന്താമണി ഗ്രഹത്തെയൊക്കെ മൂടിപ്പിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ധ്യാനിക്കാനൊക്കെ പറ്റും. ഇനിയും മഹാപത്മാടവി സംസ്ഥ കദംബ വനവാസിനി. ഇനി അടുത്ത് പറയാൻ പോലെ സുധാസാഗര മധ്യസ്ഥ. പക്ഷെ പിന്നെ ഇവിടെ സുധാ അമൃതസാഗരത്തിന്റെ മധ്യത്തിൽ ഇരിക്കാന്ന് വീണ്ടും പറയും. അത് ഈ അമൃതസാഗരം എവിടെയാണ്? പുരാണത്തിലൊക്കെ വലിയ പറയുന്നുണ്ട്. സുധാസാഗര മധ്യസ്ഥ. അങ്ങനെയുള്ള അമ്മയാണ് കാമാക്ഷി കാമദായിനി. അതാണ് കാമാക്ഷി. ആ കാമാക്ഷി ആരാണ്? കാമദായിനിയാണെന്ന് 23-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുപാട് അർത്ഥതലങ്ങളുള്ള മന്ത്രങ്ങളാണ് ആ അവസാനത്തെ 2 മന്ത്രം. എന്തായാലും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളെ പോലെ വളരെ പ്രഗത്ഭരായ പണ്ഡിതരായ ആൾക്കാരെ, ഗുരുജനങ്ങളായിട്ടുള്ളവരെയൊക്കെ പഠിപ്പിക്കാന്നുള്ളൊരു ഭാഗ്യമായതുകൊണ്ട് ഇരിക്കുന്നുള്ളൂ. അല്പം പോലും ഇതിന് യോഗ്യനല്ല എന്നറിയാം. എങ്കിലും ഒരാഗ്രഹം നമ്മെ കുറിച്ച് പറയാം. ആചാര്യ, ചിന്താമണി ഗ്രഹം കഴിഞ്ഞിട്ട് മണിമണ്ഡപം, അത് കഴിഞ്ഞ് അവിടെ ചുറ്റും കൽപ്പക വൃക്ഷവും അത് ഇനിയൊരു കൽപ്പവൃക്ഷം
ദേവി ഇരിക്കുന്നത് പഞ്ചബ്രഹ്മാസനത്തിലാണ്. ആ അത് ചിന്താമണി ഗ്രഹത്തിന്റെ ഉള്ളിലാണ്. ആ ചിന്താമണി ഗ്രഹം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ചുറ്റും മണിമണ്ഡപമുണ്ട്. ആ ആ മണിമണ്ഡപം കഴിഞ്ഞാലുള്ള ചുറ്റുമുള്ള അലങ്കാരമാണ് കദംബവനം. ആ ആ കദംബത്തിന് എന്താണ് ചോദിച്ചാൽ കൽപ്പക വൃക്ഷത്തിന്റെ ഇനത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ് എന്ന് പറഞ്ഞു. ഓക്കെ ആ ഓക്കെ ഓക്കെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നിർത്താം. ഇതിലൊരു വലിയൊരു ഗുണമുള്ളത് എല്ലാവരും എന്താ പറയുക, ഗുരോസ്തു മൗനം വ്യാഖ്യാത എന്നുള്ളൊരു സ്വഭാവമുണ്ട്. ഗുരുവാകട്ടെ മൗനം കൊണ്ട് വ്യാഖ്യാനിക്കുന്നു. ശിഷ്യാസ്തു ഛിന്ന സംശയ, ശിഷ്യന്മാർക്ക് സംശയം തീരുന്നു. ഇവിടെ ശിഷ്യന്മാരൊക്കെ മൗനമായിട്ടിരിക്കുന്നു, ഗുരു ഗംഭീരമായിട്ട് സംസാരിക്കുന്നു.